എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഗേൾസിൻ്റെ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗിവ് അവേ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് സ്പോൺസർമാരൊന്നുമില്ല, അപ്പോൾ ചെറിയൊരു ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോൻ്റെ താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും വാട്സപ്പ് നമ്പറും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇടാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആകെ ഇറക്കം 40 ഇഞ്ചാണ്. അപ്പോൾ അതിൽ 2 ലെയർ ഫ്ലേറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു 6 ഇഞ്ച് വീതിയിൽ. അപ്പോൾ 12 ഇഞ്ച് കിട്ടും. അപ്പോൾ ഈ 40 ഇഞ്ചിൽ നിന്ന് 12 ഇഞ്ച് കുറയ്ക്കുക. ഇപ്പോൾ 28 ഇഞ്ച് കൂടെ 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരച്ചിട്ട് ഇത് ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇവിടെ ഷോൾഡർ അരഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ 13 ഇഞ്ചാണ്, അതിൻ്റെ പാതി 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ടും അതേ 6 ഇഞ്ച് കൊടുക്കാം. ഇതിൻ്റെ ചെസ്റ്റ് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8.5, 1 ഇഞ്ച് നമ്മൾ ലൂസിന് കൊടുക്കുകയാണ്. അപ്പോൾ 9.5 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്, നെക്ക് ഇറക്കം ഒരു 5.5 ഇഞ്ച് കൊടുക്കാം ഇവിടെ നിന്ന് ആകെ. ഇതിൻ്റെ നെക്ക് സ്ക്വയറാണ്, ഒരല്പം കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ലൈന് മാർക്ക് ചെയ്യാം. ഇതൊരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇവിടെ അധികം ഷേപ്പ് കൊടുക്കുന്നില്ല. ഇവിടെ 11 ആണ്, ഒരു 1/2 ഇഞ്ച് കമ്മിയാക്കിയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക. ഇവിടെ ബാക്ക് നെക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് റൗണ്ടാണ് കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഒരു അടയാളമുള്ള ഇവിടെയാണ് ഇതിൻ്റെ എലാസ്റ്റിക് വരിക. അതിനുശേഷം ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഒരു 5.5 ഇഞ്ച് ഇറക്കം വയ്ക്കാം. 5.5 ഇഞ്ച് തയ്യത്തുമ്പോൾ 6 ഇഞ്ച് വയ്ക്കാം. ഇവിടെ ഇങ്ങോട്ടൊരു 3 ഇഞ്ച് വച്ചിട്ട് ആം ഹോൾ 8 ഇഞ്ച് വയ്ക്കാം. അതിനുശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ കുഴിച്ചെടുക്കാം. സ്ലീവിൻ്റെ മൗത്ത് വന്നിട്ട് 11 ഇഞ്ചാണ്, 5.5 വയ്ക്കാം. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇടാം. ഒന്നുകൂടെ ഇങ്ങനെ കുഴിച്ചെടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നിവർത്തിയിട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പീസിൽ അടിയിൽ പ്ലേറ്റ് ഇടാനുള്ള ഇത് കട്ട് ചെയ്യാം. ഇതിങ്ങനെ കറക്റ്റ് കട്ട് ചെയ്താൽ മതി. അതുപോലെ ഇതെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഇത് തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 6 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇതിൽ 2 പീസാണ് വരുന്നത്. അപ്പോൾ അടുത്ത ലെയറിൽ 3 പീസും അതിൻ്റെ അടുത്തതിൽ 5 പീസും, മൊത്തം 8 പീസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇതേപോലെ ഒരു 1 ഇഞ്ച് വീതിയിൽ ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ തുണി തയ്യില്ലെങ്കിൽ ഇതേപോലെ ജോയിൻ ചെയ്താൽ മതി. അതിനുശേഷം 4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ തയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക.
ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം ഈ ഭാഗത്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക ചെറുതായിട്ട്. അതുപോലെ ഈ കോർണറിലും. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക. പിന്നെ 4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലും കൂടി ഇടാം. അപ്പോൾ ഇതേപോലെ 2 തയ്യൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് തയ്ക്കാം. ഇതിൽ ഇതേപോലെ ഒരു 1.5 ഇഞ്ച് പീസ് ഇതേപോലെ എടുത്ത് ജോയിൻ ചെയ്യുക. ഒരു പീസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല വശത്ത് നിന്ന് ഒരു 4 ഇഞ്ച് വീതിയിൽ തയ്ക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം ചെറുതായിട്ട്. അതിനുശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഈ നല്ല വശം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ അടിക്കുക. അപ്പോൾ ഈ പീസ് കഴുത്തിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ കവറിങ് ആയി കിട്ടും. എന്നിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ 2 തയ്യലിടുക. ഇനി ഇതേപോലെ തന്നെ ഈ പീസ് ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം അടിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിലൊരു തയ്യലിടുക. അപ്പോൾ ഇത് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് അടിക്കാം. ആദ്യം ഇവിടെ ഒന്ന് മടക്കി അടിക്കാം. അതുപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. 1/2 ഇഞ്ച് വീതി മതി. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇതേപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ അടിക്കാം. ഒരു തയ്യലും കൂടി ഇട്ടിട്ട് അടുത്ത സ്ലീവ് അതേപോലെ അടിച്ചെടുക്കാം. അപ്പോൾ അതേപോലെ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എലാസ്റ്റിക് വെക്കാനുണ്ട്. എലാസ്റ്റിക് വെച്ചിട്ട് ഒരു സൈഡ് അടിച്ചതിന് ശേഷമാണ് ബോട്ടത്തിലെ പ്ലേറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എലാസ്റ്റിക് വെക്കാൻ ഇവിടെ അടയാളം ഇട്ടിരുന്നു. അതിലൊന്ന് ഇതേപോലെ വരച്ചെടുക്കുക. അതുപോലെ ബാക്കിലും. അപ്പോൾ ഇതിൽ ഈ ചെറിയ 4 ഇഞ്ച് എലാസ്റ്റിക്കാണ് വെക്കുന്നത്. ഇതേപോലെ ഒരു 1 ഇഞ്ച് 1.25 ഇഞ്ച് വീതിയിലൊരു തുണി എടുക്കുക. കരപ്പീസ് അല്ലെങ്കിൽ 2 സൈഡും മടക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് മടക്കിയാൽ മതി. ഇനി ഇവിടെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. ആദ്യം ഒരു തയ്യൽ ഇങ്ങനെ ഇടുക. ഇത് എലാസ്റ്റിക് നമുക്കിവിടെ ഷേപ്പ് വേണ്ടത് 13 ഇഞ്ചാണ്, അതായത് 26 ഇഞ്ച്. അപ്പോൾ അതുകൂടെ ഒരു 2 ഇഞ്ച് നമ്മൾ തയ്യത്തുമ്പും കൂടി ഇട്ടിട്ട് 15 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ ചെയ്യേണ്ടത് ഈ പീസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, ഇതിന് ഇടയിലേക്ക് ഇത് ഇങ്ങനെ എലാസ്റ്റിക് വയ്ക്കുക. എന്നിട്ട് ഇതിവിടെ ഒന്ന് മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും എലാസ്റ്റിക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് അടിക്കാം. എന്നിട്ട് 2 ലെയർ പ്ലേറ്റ് കൊടുക്കാം. അതിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ ഒരു 11 ഇഞ്ച് വയ്ക്കാം. 11 പകുതി 5.5 ഇഞ്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് കൊടുത്താൽ മതി. 1.5 ഇഞ്ച് നമ്മൾ തയ്യത്തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെയും വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് തന്നെ തയ്യത്തുമ്പ്. അതിനുശേഷം ഇതേപോലെ കുറച്ച് കൊണ്ടുവരിക. ഇവിടേക്ക് 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇനി ഇതിൻ്റെ ബോട്ടം ഒന്ന് മടക്കിയടിക്കണം. ചെറുതായിട്ട് ഒരു 4 ഇഞ്ചിൽ മടക്കിയടിക്കുക. ബോട്ടം ഇതേപോലെ ഒരു 4 ഇഞ്ചിൽ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിൽ നമുക്ക് പ്ലേറ്റ് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ 4 ഇഞ്ചിൽ തയ്ക്കുക. ഇത് ഈ പീസ് നമ്മൾ 4 4 8 പീസാണ് നമ്മൾ കട്ട് ചെയ്തത്. 6 ഇഞ്ച് റെഡി വരുന്ന മാതിരി. അതിൽ 3 പീസ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ കൊടുക്കാം. ബാക്കി 5 പീസ് അടുത്ത ലെയറായിട്ട് കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലെയർ കൂടി വരുള്ളൂ. അപ്പോൾ ഈ 3 പീസ് ഇത് ജോയിൻ ചെയ്തത് ഇവിടെ നമ്മൾക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്, ഇവിടെ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ തയ്യൽ തുടങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് അകലത്തിൽ ഒരു 4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ ഇങ്ങനെ ഇട്ട് വരിക. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഇവിടെ ഇങ്ങനെ വരും. ഫുള്ളായിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക.
അതിനുശേഷം ഇതിൻ്റെ അടിയിൽ അതേപോലെ തന്നെ 1 ഇഞ്ച് അകലം 1/4 ഇഞ്ച് വീതിയിൽ ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ 2 ലെയറും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സൈഡും അടിക്കാം. ഇവിടെ നേരത്തെ പോലെ 5.5 ഇഞ്ച് വെച്ചിട്ട് അടിക്കാം. അപ്പോൾ ഇതേപോലെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം അടിക്കാം. 1/4 ഇഞ്ചിൽ അല്പം കൂടുതൽ 1 സെൻറ്റിമീറ്റർ വീതി വെച്ചാൽ മതി. അപ്പോൾ ബോട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.